കിസാൻ സമ്മാൻ മോഡിയുടെ വലിയ കേമം നേട്ടമായിട്ട് വച്ചിരിക്കുന്നതാണ്. 60,000 കോടി രൂപ കഴിഞ്ഞ വർഷം, ഈ വർഷവും 60,000 കോടി രൂപ. ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തൊഴിലുറപ്പിലാണ്. തൊഴിലുറപ്പിൽ 60,000 കോടി വകയിരുത്തിയ സ്ഥാനത്ത് ഇപ്പോൾ 90,000 കോടി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് വലിയ വീമ്പ് ഇളക്കിയിരിക്കുകയാണ് ധനമന്ത്രി. സത്യം എന്താണെന്നറിയാമോ? 2022-23 90,000 കോടിയാണ് ചെലവ്. അതിന് 23-24 60,000 കോടിയായിട്ട് ബഡ്ജറ്റിൽ കുറച്ചു. എന്നിട്ടിപ്പോൾ വർഷാവസാനം ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ വന്നപ്പോൾ 86,000 കോടി ചെലവാക്കി. ആ 86,000 കോടിയാണ് അടുത്ത വർഷത്തേക്കും വകയിരുത്തിയിട്ടുള്ളത്. ഒരു പൈസ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നീക്കി വച്ചിട്ടില്ല. പക്ഷെ കേരളത്തിന് മുന്നേ വലിയൊരു വെല്ലുവിളി ഉയരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തവണത്തെ എക്കണോമിക് റിവ്യൂവിൽ തൊഴിലുറപ്പിനെ കുറിച്ച് വലിയൊരു ബോക്സ്, പ്രത്യേക ഒരു പേജ് നിറച്ചുണ്ട്. അതിൽ പറയുന്നത് കേരളം തമിഴ്നാടും ഒക്കെ അനർഹമായിട്ട് തൊഴിലുറപ്പിൻ്റെ പണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും കൂടി ഇന്ത്യയിലെ പാവപ്പെട്ട ദരിദ്രരുടെ 1.1% ജനങ്ങളെ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലെ തൊഴിലുറപ്പിൻ്റെ ചെലവിൻ്റെ 17% ഈ രണ്ട് സംസ്ഥാനങ്ങളാണ്. അതേസമയം ദരിദ്രരുടെ 45% യു.പിയും ബീഹാറിലും നമ്മളെക്കാൾ കുറവാണ് തൊഴിലുറപ്പിന് ഉപയോഗിക്കുന്നത്. ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഡിമാൻഡ് ബേസ്ഡ്, എത്ര വേണോ അതെല്ലാം കൊടുക്കും, അത്രയും തൊഴിൽ കൊടുക്കും എന്നുള്ള നിയമത്തിന് അടിസ്ഥാനത്തിലുണ്ടാക്കിയ തൊഴിലുറപ്പ് BJP അലോക്കേഷൻ ബേസ്ഡ്, ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുന്ന അലോക്കേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതിയാക്കാൻ പ്ലാനിട്ടിരിക്കുക. അങ്ങനെ മാത്രമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ദരിദ്രരുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞ് അവിടത്തേക്കുള്ള അലോക്കേഷൻ കുറയ്ക്കും എന്നുള്ള സൂചനയാണ് എക്കണോമിക് റിവ്യൂ നൽകുന്നത്. ഇതുപോലെ ആരോഗ്യമേഖല 89,000 കോടി രൂപ കഴിഞ്ഞ വർഷം, ഈ വർഷവും 89,000 കോടി രൂപ. വിദ്യാഭ്യാസം കഴിഞ്ഞ വർഷം 1,16,000 കോടി രൂപ, ഈ വർഷം 1,25,000 കോടി. സമഗ്ര ശിക്ഷാ അഭിയാൻ അത് 37,000 കോടി രൂപ, ഇപ്പോഴും 37,000 കോടി രൂപ. ഈ രീതിയിൽ അങ്കണവാടിക്കാർ 2 വർഷം 21,000 കോടി ഉപയോഗിച്ച്. ആശ വർക്കേഴ്സിന് വർധനയില്ല. ജൽജീവൻ 70,000 കോടി രൂപ അന്നും ഇന്നും. ഏറ്റവും കഷ്ടം പെൻഷനാണ്. 200 രൂപ പെൻഷൻ. നാണക്കേടിൻ്റെ പര്യായമാണ് ഈ കേന്ദ്ര സർക്കാർ. 200 രൂപ പെൻഷൻ അതൊന്ന് വർദ്ധിപ്പിച്ചൂടെ? കേരളത്തിൽ 200 രൂപ പെൻഷൻ നൽകുന്നു 5 ലക്ഷം പേർക്ക്. ആ പണം പോലും സംസ്ഥാന സർക്കാരിന് കൊടുക്കില്ല, ഞങ്ങൾ നേരിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് കുടിശ്ശിയാക്കിയ വീരന്മാരാണ്. എന്നാൽ 200 എന്ന് പറയുന്ന 1,000 രൂപയാക്ക്, എല്ലാവർക്കും പെൻഷൻ നൽകുക. 10 പൈസ സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ജനവിരുദ്ധ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാനത്തിൻ്റെ ഒരാവശ്യങ്ങളും പരിഗണിച്ചിട്ടില്ല.